അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആയിഷ റളിയല്ലാഹുവിന് രോഗം വർദ്ധിച്ചു. ഞാൻ അവശയായി. സ്വന്തം വീട്ടിലേക്ക് പോകാൻ എന്നെ അനുവദിക്കണമെന്ന് നബിയോട് ആവശ്യപ്പെട്ടു. അവിടുന്ന് അതിനനുവദിച്ചു. ഞാൻ മാതാവിനോട് വിവരം ആരാഞ്ഞു. അവർ എന്നെ സാന്ത്വനപ്പെടുത്തി. ഒന്നിലധികം ഭാര്യമാരുള്ള ഒരാൾക്ക് അതിലൊരുത്തിയോട് കൂടുതൽ സ്നേഹമുണ്ടെങ്കിൽ മറ്റുള്ളവർ പലതും പറഞ്ഞു പരുത്തുക പതിവാണ്. അതുകൊണ്ട് നീ അതിൽ ദുഃഖിക്കേണ്ട. സുബ്ഹാനല്ലാഹ്, ജനങ്ങൾ ഇങ്ങനെയും പറയാൻ തുടങ്ങിയോ? ഞാൻ അത്ഭുതപ്പെട്ടു. രാത്രി മുഴുവൻ കരഞ്ഞ് ഞാൻ ഉറങ്ങിയതേയില്ല. നേരം പുലർന്നിട്ടും കണ്ണുകൾ തോർന്നില്ല. വഹി വരാൻ താമസിച്ചപ്പോൾ നബി അലിയെയും ഉസാമയെയും വിളിച്ചു വരുത്തി. എന്നെ വിവാഹമോചനം ചെയ്യണമോ എന്ന് അവരുമായി കൂടിയാലോചിച്ചു. ഉസാമ എനിക്ക് അനുകൂലമായി സംസാരിച്ചു. അങ്ങയുടെ ഭാര്യയെപ്പറ്റി നല്ലതല്ലാതെ മറ്റൊന്നും അറിയുകയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അലിയോട് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: അള്ളാഹു അങ്ങേക്ക് യാതൊരു വിഷമവും ഉണ്ടാക്കിയിട്ടില്ല. നാട്ടിൽ വേറെയും സ്ത്രീകളുണ്ട്. ബരീറയോട് ചോദിക്കൂ, അവർ ഉള്ളതു പറയും. നബി ബരീറയോട് ചോദിച്ചു, സംശയകരമായ വല്ലതും നീ കണ്ടിട്ടുണ്ടോ? ബരീറ പറഞ്ഞു, അവർ ചെറുപ്പക്കാരിയാണ്. ചിലപ്പോൾ റൊട്ടിയുണ്ടാക്കാൻ ഗോതമ്പ് മാവ് കുഴിച്ചു വെച്ച് ഉറങ്ങിപ്പോയെന്നു വരും. അപ്പോൾ പൂച്ച വന്ന് അത് തിന്നും. ഇതല്ലാതെ കുറ്റപ്പെടുത്താവുന്ന യാതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അന്ന് നബി മിമ്പറിൽ കയറി പറഞ്ഞു, മുസ്ലിങ്ങളെ, എൻ്റെ ഭാര്യമാരുടെ പേരിൽ അപവാദം പ്രചരിപ്പിച്ച് എന്നെ ദ്രോഹിക്കുന്നവനെ നിലക്കു നിർത്താൻ ആരുമില്ലേ? എൻ്റെ ഭാര്യ സൽവൃദ്ധയാണ്. കുറ്റമാരോപിക്കപ്പെടുന്ന വ്യക്തിയും നല്ലവനുമാണ്. എൻ്റെ അഭാവത്തിൽ അയാൾ ഒരിക്കലും വീട്ടിൽ കടന്നിട്ടില്ല. സഅദ് ബിനു മുആദ് പറഞ്ഞു, അവനെ ഞാൻ നിലയ്ക്ക് നിർത്തും. ഔസ് ഗോത്രക്കാരനാണെങ്കിൽ ഞാൻ അവൻ്റെ കഴുത്തുവെട്ടും. ഖസ്റജ് ഗോത്രക്കാരനാണെങ്കിൽ അങ്ങ് കൽപ്പിച്ചാൽ മതി, ഞങ്ങൾ അനുസരിക്കും. ഖസ്റജ് ഗോത്ര തലവനായ സഅദ് ബിനു ഉബാദയെ ദുർഭിമാനം പിടികൂടി. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് അവനെ കൊല്ലാൻ സാധ്യമല്ല. നിങ്ങളുടെ ഗോത്രക്കാരനാണെങ്കിൽ നിങ്ങൾ അവനെ കൊല്ലാൻ ഇഷ്ടപ്പെടുകയില്ല. ഉസൈദ് ബിൻ ഹുസൈൻ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ അവനെ കൊല്ലും. മുനാഫിക്കുകൾക്ക് വേണ്ടി വാദിക്കുന്ന നിങ്ങളും മുനാഫിക്കാണ്. ആകെ ബഹളമായി. ഔസുകാരും ഖസ്റജുകാരും തമ്മിൽ വാക്കേറ്റം മൂത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെട്ടു അവരെ ശാന്തരാക്കി. ഞാൻ അന്നും കരഞ്ഞു തന്നെ കഴിച്ചുകൂട്ടി. പരിഭ്രാന്തരായ മാതാപിതാക്കൾ അടുത്തുതന്നെ ഇരിപ്പായി. 2 രാത്രിയും 1 പകലും കടന്നുപോയി. കരഞ്ഞു ഹൃദയം തകർന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അതിനിടയിൽ ഒരു അൻസാരി സ്ത്രീ വന്നു എന്നോടൊപ്പമിരുന്നു. ആ സ്ത്രീയും കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞ് എൻ്റെ സമീപം വന്നിരുന്നു. ഈ സംഭവത്തിന് ശേഷം ആദ്യമായിട്ടാണ് നബി എൻ്റെ സമീപം ഇരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ആയിഷ, നീ കുറ്റക്കാരിയില്ലെങ്കിൽ അള്ളാഹു നിൻ്റെ നിരപരാധിത്വം തെളിയിക്കും.